ഓപ്പറേഷൻ തൂഫാൻ പോലീസുകാർ നോക്കിക്കൊള്ളും. ഒരുത്തനും എവിടെയും ഇരുന്ന് യോഗം ചേരണ്ട. അങ്ങനെ യോഗം ചേരുന്ന ഗുണ്ടകളെ അവിടെ കയറി തൂക്കിയിരിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ കട്ടായ മുന്നറിയിപ്പ്. ഓപ്പറേഷൻ തൂഫാൻ അതിഗംഭീരമായി വൻ വിജയമായി മുന്നോട്ട് പോകുകയാണ്. ഇതിനിടയിൽ കല്ലുകടിയായിരുന്നു കെ സുധാകരൻ MP കൊച്ചിയിൽ ഗുണ്ടകളുമായി യോഗം ചേർന്നത്. ഓപ്പറേഷൻ തൂഫാന് ഗുണ്ടകൾ പിന്തുണ പ്രഖ്യാപിക്കണം എന്ന വക്കാലത്തുമായിട്ടായിരുന്നു സുധാകരൻ പോയത് എന്ന വലിയ വിമർശനം അന്ന് ഉയർന്നു വന്നിരുന്നു. ആഭ്യന്തര വകുപ്പിനും ആഭ്യന്തര മന്ത്രിക്കും പിടിപ്പില്ലാത്തതുകൊണ്ടാണോ സുധാകരൻ ഗുണ്ടകളുടെ പിന്തുണ തേടാൻ പോയത് എന്ന വലിയ വിമർശനവും പരിഹാസവും ഉയർന്നു വന്നു. ഇത് രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ ക്ഷീണമുണ്ടാക്കി. എന്നാൽ ഇപ്പോൾ ഇതിനെല്ലാത്തിനും എല്ലാവർക്കും കൂടിയുള്ള മറുപടി കൊടുത്തിരിക്കുകയാണ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ അത് ആഭ്യന്തര വകുപ്പിന്റെ പദ്ധതിയാണ്, അത് പോലീസുകാർ നോക്കിക്കൊള്ളും, ഒരുത്തന്റെയും സഹായം അതിനാവശ്യമില്ല എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞു വെച്ചിരിക്കുന്നത്. പണ്ട് 10 വർഷക്കാലത്ത് ഗുണ്ടകൾക്ക് സ്വൈര്യവിഹാരമായിരുന്നല്ലോ. എവിടെ ഇരുന്ന് വേണമെങ്കിലും യോഗവും ചർച്ചയും ഒക്കെ ചേരാമായിരുന്നു. പോലീസുകാർ വരെ അങ്ങോട്ട് ചെന്ന് പിന്തുണ കൊടുക്കുമായിരിക്കും. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. വകുപ്പ് മാറി. ഭരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. ആഭ്യന്തര വകുപ്പിൽ ഇരിക്കുന്നത്. അതിന്റെ വളയം രമേശ് ചെന്നിത്തലയുടെ കൈകളിൽ തന്നെയാണ്. അതുകൊണ്ട് ഒരുത്തനും എവിടെയും ഇരുന്ന് കൂടുതൽ യോഗം ചേരണ്ട എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല മറുപടി കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇത് സുധാകരന് കൂടിയുള്ള ഒരു കുത്താണ്. മേലാൽ ഇമ്മാതിരി പണിയുമായിട്ട് ഇറങ്ങിയേക്കരുത് എന്ന്. എൻ്റെ വകുപ്പ് ഭരിക്കാൻ എനിക്കറിയാം, വേറെ ആരും അതിൽ തലയിടണ്ട എന്ന് കൂടെ ഉള്ളവർക്ക് കൂടി മറുപടി കൊടുത്തിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ ഈ ഒരു പ്രഖ്യാപനം അത് പൊളിച്ചു. കാരണം എല്ലാവർക്കും കൂടി ഒരൊറ്റ വാക്കിൽ മറുപടി കൊടുത്തിരിക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാൻ ദുരുപയോഗത്തിനെതിരെയായിരുന്നു ആഭ്യന്തരമന്ത്രി പൊട്ടിത്തെറിച്ചത്. എറണാകുളത്തെ യോഗത്തിനെതിരെ ആഭ്യന്തരമന്ത്രി കടുപ്പിച്ചാണ് വിമർശനം പറഞ്ഞത്. ഗുണ്ടകൾ ചേർന്നാണോ തൂഫാൻ യോഗം കൂടുന്നത് എന്ന് മന്ത്രി ചോദിച്ചു. പോലീസ് അറിയാതെ ഒരു യോഗവും ആരും ചേരണ്ട എന്നും അദ്ദേഹം വ്യക്തമാക്കി. കെ സുധാകരനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോയതാകാമെന്നും അദ്ദേഹത്തെ പോലൊരാൾ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു യോഗത്തിന് പോകുമെന്ന് കരുതുന്നില്ല എന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ തൂഫാന് പിന്നാലെ അന്താരാഷ്ട്ര ലഹരി ലോബി കേരളത്തിൽ പത്തി താഴ്ത്തിയെന്നും ലഹരി മാഫിയക്കെതിരെ പോരാടാൻ ജനങ്ങൾക്ക് ധൈര്യം കിട്ടിയെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. 10 വർഷക്കാലത്തും ഇവിടെ ലഹരിക്കെതിരെ സർക്കാരിന്റെ നേതൃത്വത്തിൽ പല പദ്ധതികളൊക്കെ മുന്നോട്ട് പോയിരുന്നു. പക്ഷേ എല്ലാം പാതി വഴിയിൽ ഇട്ടുപോകുന്ന ഒരു സമീപനമായിരുന്നു അന്നത്തെ ആഭ്യന്തര വകുപ്പിന്റെ കയ്യിലുണ്ടായിരുന്നത്. എന്തിനേറെ പോലീസുകാർ പോലും ഈ ഗുണ്ടകൾക്കും ലഹരി സംഘങ്ങൾക്കും ഒത്താശ ചെയ്തു കൊടുക്കുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്ത് നമ്മൾ കണ്ടു. എന്നാൽ അതിനെയെല്ലാം പൊളിച്ചെഴുതിക്കൊണ്ടാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ പുതിയ കർമ്മ പദ്ധതികൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാനിലൂടെ അതിഗംഭീരമായ നീക്കങ്ങളാണ് പോലീസ് സേന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ അട്ടിമറിക്കാൻ പോലീസുകാരിൽ നിന്ന് വല്ല നീക്കവും ഉണ്ടായാൽ അവർ തൊപ്പിതെറിച്ച് വീട്ടിലിരിക്കും എന്നുള്ള മുന്നറിയിപ്പും രമേശ് ചെന്നിത്തല കൊടുത്തിട്ടുണ്ട്. കാരണം മുൻപ് ഗുണ്ടകൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. രമേശ് ചെന്നിത്തല അതിനെയെല്ലാം പൊളിച്ചെഴുതിക്കൊണ്ട് ഒരു ശുദ്ധീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പിൽ. അതുകൊണ്ട് പോലീസുകാർക്കും കർശന നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. അന്വേഷണത്തിൽ വെള്ളം ചേർക്കാനോ അട്ടിമറിക്കാനോ നിന്നാൽ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും മുഖം നോക്കാത്ത നടപടിയെടുക്കുമെന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരിക്കുന്നത്. കൊച്ചിയിലെ ഗുണ്ടകളുടെ തൂഫാൻ യോഗം സ്വകാര്യ പരിപാടിയെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ IPS നേരത്തെ പറഞ്ഞിരുന്നു. ഓപ്പറേഷൻ തൂഫാന് ഗുണ്ടകളുടെ സഹായം വേണ്ട എന്നും നിയമപരമായി മുന്നോട്ട് പോയി ലഹരി മാഫിയയെ നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനിടെ ഓപ്പറേഷൻ തൂഫാന്റെ പേരിൽ ക്രിമിനൽ കേസ് പ്രതികളെ ഉൾപ്പെടുത്തി കൊച്ചിയിൽ യോഗം വിളിച്ച സംഭവത്തിൽ വിശദീകരണവുമായിട്ട് സംഘാടകരും രംഗത്തെത്തി. കെ സുധാകരനെ ഞങ്ങൾ അങ്ങോട്ട് പോയി കണ്ടതാണെന്ന് യോഗത്തിന്റെ സംഘാടകൻ സുഹൈൽ ഷാജഹാൻ പറഞ്ഞത്. കൊച്ചിയിൽ സുധാകരൻ ഉണ്ടെന്നറിഞ്ഞായിരുന്നു 20 പേർ കാണാനായി അനുവാദം ചോദിച്ചത്. എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് 100ഓളം പേരെത്തി. മുൻപ് ഗുണ്ടകളായിരുന്നു എന്ന് കരുതി ആരെയും മാറ്റി നിർത്തരുതെന്നും സുഹൈൽ ഷാജഹാൻ പറയുന്നു. AKG സെന്റർ ആക്രമണ കേസ് പ്രതിയാണ് സുഹൈൽ ഷാജഹാൻ. കള്ളത്തോക്ക് കേസിലെ പ്രതികളടക്കമായിരുന്നു അവിടെ കൊച്ചിയിൽ യോഗം ചേരാൻ എത്തിയത്. ഇത് വലിയ വിമർശനത്തിനും സർക്കാരിന് നേരെ പൊട്ടിത്തെറിക്കും കാരണമായിരുന്നു. കാരണം സുധാകരനെ പോലെ ഒരു നേതാവ് ഗുണ്ടകളുടെ നടുക്കിരുന്നൊരു ചർച്ച നടത്തുന്നു, അതും സർക്കാർ പ്രഖ്യാപിച്ച ഒരു പദ്ധതിക്ക് പിന്തുണ തേടിക്കൊണ്ട്. ഇതാണ് വലിയ രീതിയിൽ വിമർശനത്തിനും വിവാദത്തിനുമൊക്കെ വഴിവെച്ചത്. തുടർന്നാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ കൃത്യമായ മുന്നറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പോലീസ് നോക്കിക്കൊള്ളും, വേറെ ഒരുത്തന്റെയും സഹായം ആവശ്യമില്ല എന്ന് തന്നെയാണ്. ഓപ്പറേഷൻ തൂഫാൻ വലിയ വിജയമാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി.
പദ്ധതിക്ക് കൂടുതലും പിന്തുണ നൽകുന്നത് അമ്മമാരാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. ലഹരി കേസുകളിൽ കടുത്ത ശിക്ഷ നൽകുന്നതിനായി നിയമത്തിൽ ഭേദഗതി വരുത്താൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തൂഫാൻ പോലുള്ള പദ്ധതികൾ തുടരുമെന്നും ചെന്നിത്തല പറഞ്ഞു. 4500ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 70 കോടിയിലധികം രൂപയുടെ ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയിട്ടുണ്ട്. ചില വസ്തുക്കൾ കൈവശം വയ്ക്കുന്നതിലൂടെ NDPS ആക്ട് പ്രകാരം ശിക്ഷ കുറവാണ്. അതിൽ ഭേദഗതി വരുത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഭേദഗതി വരുത്താൻ കേന്ദ്ര സർക്കാരിനെ സമീപിക്കും. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കുമെന്നും ചെന്നിത്തല ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഉറപ്പാണ് കേരളം കാത്തിരുന്നത്. മുൻപ് ഇരട്ട ചങ്കനായിരുന്നല്ലോ ഭരിച്ചിരുന്നത്. പക്ഷേ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഉറപ്പ് ജനങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. വെറും പാഴ്വാക്കായിരുന്നു കിട്ടിയത്. പോലീസുകാർ പോലും പലപ്പോഴും ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട റെയ്ഡുകൾ അട്ടിമറിക്കുന്ന കാഴ്ച കഴിഞ്ഞ 10 വർഷക്കാലത്ത് നമ്മൾ കണ്ടതായിരുന്നു. പോലീസുകാർക്ക് കൈക്കൂലി ഗുണ്ടകളിൽ നിന്ന് കിട്ടുന്ന സമീപനവും നമ്മൾ കണ്ടു. ഗുണ്ടകളുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന പോലീസുകാർ, ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട പോലീസുകാർ, ലൈംഗികാതിക്രമ കേസുകളിൽ ഉൾപ്പെട്ട പോലീസുകാർ, അനധികൃത സ്വത്ത് സമ്പാദന കേസുകളിൽ ഉൾപ്പെട്ട പോലീസുകാർ, ഇങ്ങനെ പോലീസിൽ തന്നെ ഒരു കൂട്ടം ക്രിമിനലുകൾ ഉണ്ടായിരുന്നു. അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് കഴിഞ്ഞ 10 വർഷക്കാലത്ത് നിരന്തരം ഇവിടെ ആവശ്യം ഉയർന്നുകൊണ്ടിരുന്നതാണ്. എന്നാൽ അന്നൊന്നും ഇരട്ടച്ചങ്കൻ ആ വിഷയത്തിൽ വലിയ ഒരു ശ്രദ്ധ ചെലുത്തിയില്ല. എന്നാൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൽ ഒരു പൊളിച്ചെഴുത്തുണ്ടാകുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുമ്പോൾ അതിൽ ജനങ്ങൾ ഒരു വിശ്വാസം കാണുന്നുണ്ട്. കാരണം അധികാര കസേരയിൽ കയറിയത് മുതൽ ഒരു വലിയ പൊളിച്ചെഴുത്ത് തുടങ്ങി വെച്ചിരുന്നു രമേശ് ചെന്നിത്തല. അതിൻ്റെ കൂടെ ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള പദ്ധതികൾ വലിയ വിജയകരമായി മുന്നോട്ട് പോകുന്നു. കാരണം കേരളത്തിൻ്റെ മുക്കും മൂലയും അരിച്ചു പെറുക്കുകയാണ് പോലീസുകാർ. ലഹരി സംഘങ്ങളെ എവിടെയൊക്കെ ഇട്ട് പൂട്ടാമോ അവിടെയൊക്കെ ഇട്ട് പൂട്ടുന്നുമുണ്ട്. എല്ലാ കൂട്ടരെയും പൊക്കിയെടുക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരിക്കടത്തിലെ ഉൾപ്പെട്ട സ്ത്രീകൾ ഉൾപ്പെടെ ഇപ്പോൾ അകത്തായിക്കൊണ്ടിരിക്കുകയാണ്. ലഹരി സംഘങ്ങൾ നെട്ടോട്ടം ഓടുകയാണ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിൽ. കാരണം അവർക്ക് എവിടെയും ഒളിച്ചിരിക്കാൻ കഴിയുന്നില്ല. ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ലഹരി സംഘങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ നിന്നെല്ലാം വിവരങ്ങൾ പോലീസിലേക്ക് എത്തുന്നുണ്ട്. മുൻപ് പോലീസുകാർക്ക് വിവരങ്ങൾ കൈമാറുന്നതിന് ജനങ്ങൾ ഭയപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു ഭയം അവരിൽ ഇല്ല എന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി ആഭ്യന്തരമന്ത്രി നേരിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ വിജയം. എന്നാൽ പിണറായി വിജയൻ ഭരിച്ചിരുന്ന കാലത്ത് ആഭ്യന്തര വകുപ്പിന്റെ എല്ലാ കടിഞ്ഞാണും പിണറായി വിജയന്റെ കയ്യിലല്ല, ഒരു കൂട്ടം ശിങ്കിടികളുടെ കയ്യിലായിരുന്നു. ആ സമയത്ത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ജനങ്ങൾ നേരിടുന്ന ഈ പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്താൻ പിണറായി എവിടെയെങ്കിലും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് കേരളത്തിന്റെ എല്ലാ ഇടങ്ങളിലേക്കും അതിന്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഓടിയെത്തുന്നുണ്ട് രമേശ് ചെന്നിത്തല.